വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ട് മിക്ക ആളുകളും സാലഡ്സ് പ്രിഫർ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ വെജ് സാലഡും ഫ്രൂട്ട് സാലഡുകളും ഒക്കെ നമ്മൾ രാത്രിയും അതേപോലെ തന്നെ ഒരു 11 o'clock സ്നാക്സ് ഒക്കെ ആക്കിയിട്ട് പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പം ഈ സാലഡ്സിൽ എസ്പെഷ്യലി വെജ് സാലഡ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വയറ് ഫുൾഫിൽ ചെയ്യുന്നതും അതേപോലെ തന്നെ ഒരു ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് കുക്കുംബർ. പലർക്കും ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിയില്ല. ഇത് വെയിറ്റ് ലോസിന് എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നു, അതേപോലെ തന്നെ മറ്റുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിന് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. സ്ഥിരമായിട്ട് നിങ്ങളുടെ ഡയറ്റ് പ്ലാനിൽ കുക്കുംബർ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഈ കുക്കുംബർ അല്ലെങ്കിൽ കക്കിരിക്ക ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തേത്, ഇതിൽ 95% വാട്ടർ കണ്ടന്റ് ആണ്. അപ്പോൾ അതൊരു ഹൈഡ്രേഷൻ ഹീറോ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം സമ്മർ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും, സൺസ്ട്രോക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഈ കുക്കുംബറിൻ്റെ സാലഡോ അല്ലെങ്കിൽ അതൊരു ജ്യൂസി ഫോം ആക്കിയിട്ടൊക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ്. അത് 95% വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ശരീരത്തിൽ ഒരു കൂളിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത്, ഇതിൽ ഫൈബർ ക്വാളിറ്റി അധികമാണ്. ഫൈബർ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അത് ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, നമ്മുടെ ദഹന വ്യവസ്ഥ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതായത് നമ്മുടെ ബബൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുടലിൻ്റെ ചലനങ്ങൾ ഒന്ന് സ്മൂത്ത് ആക്കാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. എന്നാൽ ചില കണ്ടീഷൻസ് ഉള്ള ആളുകൾ, ഈ IBS ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് പോലത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഇതിൻ്റെ ഇൻടേക്ക് കൂടുന്നതിനനുസരിച്ച് അവർക്ക് കണ്ടീഷൻസ് കൂടി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. അതായത് അങ്ങനത്തെ കേസസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ കണ്ടീഷൻസ് ഉള്ള ആളുകൾ അതിൻ്റെ ഇൻടേക്ക് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും. മൂന്നാമത്തേത്, ഇത് നമ്മുടെ ശരീരത്തിൽ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യുന്നു. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ഫൈബർ ക്വാളിറ്റീസും അതേപോലെ തന്നെ മറ്റുള്ള മിനറൽസും ഇതിൽ പ്രസൻറ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആൻറ്റി ഏജിങ് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രായം ബാധിക്കുന്നത് കുറച്ച് കൊണ്ടുവരാൻ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ചില ആളുകൾക്കൊക്കെ രാവിലെ എണീറ്റുള്ള ഉടനെ തന്നെ കണ്ണിനൊക്കെ ഒരു പഫിനെസ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും ഒരു വീക്കം പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ പാർലറിലോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലോ സലൂണിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഐ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റുമായിട്ടും ഈ ഒരു കുക്കുംബറിൻ്റെ ഒരു സ്ലൈസ് കട്ട് ചെയ്തിട്ട് വെക്കുന്നത് കാണാറുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ചിലർക്ക് കണ്ണിന് ചുറ്റും ഒരു ബ്ലാക്ക് കാണും അല്ലെങ്കിൽ ഒരു പഫിനെസ് ഫീൽ ചെയ്യാറുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പഫിനെസ് റെഡ്യൂസ് ചെയ്യാൻ ഈ പറഞ്ഞുള്ള കുക്കുംബർ സഹായിക്കുന്നുണ്ട്. ഇതിൽ അസ്കോർബിക് ആസിഡും കെഫീക് ആസിഡും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം ആ ഒരു പഫിനെസ് അല്ലെങ്കിൽ ആ ഒരു നീർക്കെട്ട്, കണ്ണിന് ചുറ്റുള്ള ആ ഒരു നീർക്കെട്ട് വലിഞ്ഞു പോകാൻ ഇത് സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇത് ശരീരത്തിലെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോളിനും ഇത് ഹെൽപ്ഫുൾ ആണ്. ഗ്ലൈസെമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഇത് കഴിക്കാവുന്നതാണ്. പലരും ചോദിക്കാറുണ്ട്, ഇത് ഷുഗർ കൂട്ടുന്ന വസ്തുക്കളാണോ അല്ലെങ്കിൽ കിഡ്നി രോഗികൾക്ക് ഇത് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സ്റ്റോൺ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കാറുണ്ട്. കിഡ്നി രോഗികളായാലും അവർക്ക് വൃക്ക സംബന്ധമായിട്ട് മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഈ ഒരു കുക്കുംബർ ഭക്ഷണത്തിൽ സാലഡ് രൂപത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇത് വായ്നാറ്റം നല്ല രീതിയിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഹാലിറ്റോസിസ് എന്ന കണ്ടീഷൻസ് കുറച്ച് കൊണ്ടുവരാൻ കക്കിരി സഹായിക്കുന്നുണ്ട്. കാരണം ഇത് ഫൈബർ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗട്ടിലെ നല്ല ബാക്ടീരിയസ് അല്ലെങ്കിൽ നല്ല പാരസൈറ്റ്സിനെ ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ നല്ല മൈക്രോ ഓർഗാനിസംസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ ഈ പറഞ്ഞിട്ടുള്ള കുക്കുംബർ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ അസ്കോർബിക് ആസിഡ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോൺ ഹെൽത്തിനും അതേപോലെ ബ്ലഡ് വെസൽസിനും ഹാർട്ട് ഹെൽത്തിനും ഒക്കെ ഇത് വളരെ രീതിയിൽ ബെനിഫിഷ്യൽ ആണ്. അതായത് സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യാനും ബോൺ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിൽ കാൽഷ്യം അബ്സോർപ്ഷൻ കൂട്ടിയെടുക്കാൻ വൈറ്റമിൻ കെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യാനും ബ്ലഡ് ക്ലോട്ടിങ് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇതിൽ മഗ്നീഷ്യം, സിങ്ക്, സെലീനിയം പോലത്തെ മൈക്രോ ന്യൂട്രിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് ഇത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം കുക്കുംബർ കഴിക്കുകയാണെങ്കിൽ അതിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫൈബേഴ്സ് പ്രസൻ്റ് ആണ്, അതേപോലെ തന്നെ ധാരാളം വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഹെൽത്തി ഫാറ്റ്സുകളായാലും വളരെ മിതമായ രീതിയിൽ ഇതിൽ കാണുന്നുണ്ട്. ഫൈബർ ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ അടങ്ങിയിട്ടുള്ളത്. 95% വാട്ടർ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഗട്ട് ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മുടെ വയർ
വയറിന് ഒരു കൂളിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. 100 ഗ്രാം നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കുക്കുംബർ കഴിക്കുമ്പം അതിൽ 16% കലോറി, അതേപോലെ തന്നെ ഒരു 3 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ്, 0.5 ഗ്രാം പ്രോട്ടീൻസ്, 0.3 ഗ്രാംസ് ഹെൽത്തി ഫാറ്റ്സുകൾ, അതേപോലെ തന്നെ പൊട്ടാസ്യം, ഫോസ്ഫറസ്, സിങ്ക് പോലത്തെ ഇത്തരം മൈക്രോ ന്യൂട്രിയൻസ് ഇത് പ്രസൻ്റ് ആയിട്ടുണ്ട്. ചില കണ്ടീഷൻസ് ഉള്ള ആളുകൾ ഇത് അവോയ്ഡ് ചെയ്യണം. അതായത് സിവിയർ ആയിട്ടുള്ള അലർജി, സൈനസൈറ്റിസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുക, ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള IBS പോലത്തെ കണ്ടീഷൻസ് ഉള്ള ആളുകൾ, അതേപോലെ തന്നെ ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് കഴിക്കുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞിട്ടുള്ള കുക്കുംബർ ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു സ്നാക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു 11 മണിക്ക് കഴിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്നാക്സ് എന്ന രൂപത്തിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബേക്കറി പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഒരു 11 മണിയാകുമ്പം വയറൊന്ന് ഫുൾഫിൽ ചെയ്യാനും വെയിറ്റ് ലോസിനും ഹെൽപ്ഫുൾ ആയിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കുക്കുംബർ കഴിക്കാവുന്നതാണ്. ഒരു 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 ഫുൾ പീസ് കുക്കുംബർ നിങ്ങൾക്ക് സ്ലൈസ് ചെയ്തിട്ട് പെപ്പറും സാൾട്ടും ആഡ് ചെയ്ത് കഴിക്കുന്നത് ഹെൽത്ത് ബെനിഫിഷ്യൽ ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആക്കിയിട്ടൊക്കെ കഴിക്കാം. അത് ഭക്ഷണത്തിന് മുൻപായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് വയറ് കുറച്ചുകൂടി കൂളിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും. വിശപ്പ് അത്ര ഉണ്ടാവത്തുമില്ല. വെയിറ്റ് ലോസിനും ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഇനി ഡയറ്റ് എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കുക്കുംബർ നമ്മൾ ഡെയിലി ബേസിസിൽ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൺ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനും ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും ഗട്ട് ഹെൽത്ത്, അതേപോലെ തന്നെ പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ ഇത്തരം മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള കുക്കുംബർ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. പലർക്കും സംശയമാണ് ഈ വൃക്ക സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് ഇത് കഴിക്കാൻ പറ്റുമോ, സ്റ്റോൺ ഉണ്ടാക്കുമോ എന്നാണ്. ഒരിക്കലും ജ്യൂസ് ആക്കി കുടിക്കണമെന്നില്ല. സാലഡ് ഫോമിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ബേസിസിൽ കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ജ്യൂസ് ആക്കുമ്പോൾ ഫൈബർ നഷ്ടപ്പെട്ടിട്ട് പിന്നെയും ഷുഗർ റേസ് ആവാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ്. അപ്പം ഡയറ്റ് എടുക്കുന്ന ആളുകളാവട്ടെ, മറ്റ് കണ്ടീഷൻസ് ഉള്ള ആളുകളാവട്ടെ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്ന ആളുകളാവട്ടെ, അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നോക്കിയിട്ടും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരം ഡയറ്റ് പ്ലാനിൽ ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.